ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യണത്. 10th ചാപ്റ്റർ എന്ന് പറയുന്നത് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഫങ്ഷൻസൊക്കെ എന്താണെന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗെറ്റ്സ്, പുട്ട്സ്, ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ, അതുപോലെ ഗെറ്റ് ലൈൻ, പുട്ട് റൈറ്റ്, ഇങ്ങനെ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ, സ്ട്രിങ്ങിനെ റീഡ് ചെയ്യിക്കാൻ, ഡിസ്പ്ലേ ചെയ്യിക്കാൻ, ഇതിനൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും എഴുതിയില്ല. ജസ്റ്റ് ആ ഫങ്ഷനെ മാത്രം വിളിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ ഫങ്ഷൻസും അതിൻ്റേതായിട്ടുള്ള ഓരോ ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെറ്റ് ആണെങ്കിലും ഗെറ്റ് ലൈൻ ആണെങ്കിലും ഓരോരുത്തരും ചെയ്യുന്ന പർപ്പസ് വേറെയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫങ്ഷൻസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ചധികം ഫങ്ഷൻസുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസൊക്കെ നമുക്കിത് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പം ഫങ്ഷൻസിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപേ നമുക്കൊരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്, കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ അതിന് ആ ഒരു പ്രോഗ്രാം ഭയങ്കര കോംപ്ലക്സിറ്റി കൂടുതലുള്ള പ്രോഗ്രാമൊക്കെ ആയിട്ട് മാറാം അല്ലേ. അപ്പം കുറേ ടാസ്കുകൾ ഉണ്ടായിരിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പം നമ്മൾ ആ ഒരു പ്രോഗ്രാമിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് വേറൊരു രീതിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതായത് സാധാരണ ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ച് എറേഴ്സ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ അതിനെയാണ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വലിയൊരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അതിനെ കുഞ്ഞു സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ കുഞ്ഞു സബ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക. അപ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്താ? നമുക്ക് അത്രയും കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കില്ല, പിന്നെ എറേഴ്സ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. നമുക്ക് സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മൊഡ്യൂൾസും സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റും അല്ലേ. കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ. അപ്പം ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമിങ്ങിൽ ആ ഒരു എൻറ്റയർ പ്രോബ്ലത്തിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് ഓരോ ഡിവിഷനും അല്ലെങ്കിൽ ഓരോ സബ് പ്രോബ്ലംസും സോൾവ് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇൻ പ്രോഗ്രാമിംഗ് ദ എൻറ്റയർ പ്രോബ്ലം വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാംസ്. ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഒരു പ്രോഗ്രാമിങ്ങിൽ എൻറ്റയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് നമ്മൾ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ സബ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ പ്രോഗ്രാംസുകൾ എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ സബ് പ്രോബ്ലംസ് എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ സബ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു എൻറ്റയർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി മോഡുലാർ പ്രോഗ്രാമിങ്ങിന് കുറച്ച് ഡീമെറിറ്റ്സും മെറിറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമുക്ക് നോക്കാം. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്തായിരിക്കും മെറിറ്റ്സ്? ഗുണങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ? ഒന്നാമത്തെയാണ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം അല്ലേ. ആ ഒരു എൻറ്റയർ പ്രോഗ്രാമിനെ നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കുമ്പോൾ ആ ഒരു അത്രയും ബൾക്ക് സൈസ് കുറയാണ് അവിടെ അല്ലേ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമിൻ്റെ സൈസും അവിടെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മെറിറ്റാണ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. രണ്ടാമത്തെ മെറിറ്റ് ലെസ് ചാൻസസ് ഓഫ് എറേഴ്സ് അല്ലേ. നമുക്ക് തെറ്റുകളൊക്കെ വരാനുള്ള ചാൻസ് കുറവായിരിക്കും ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ മെറിറ്റ് ലെസ് ചാൻസസ് ഓഫ് എറേഴ്സ്. മൂന്നാമത്തെ മെറിറ്റാണ് റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി അല്ലേ. അത്രയും വലിയൊരു പ്രോഗ്രാമിനെ നമ്മൾ കുഞ്ഞു പ്രോഗ്രാമാക്കി മാറ്റുമ്പോൾ കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നാലാമത്തെയാണ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി എന്നുകൊണ്ട് പറയുന്നത്. ഇനി മെറിറ്റുള്ള പോലെ തന്നെ ഡീമെറിറ്റും ഉണ്ട്. ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദി പ്രോബ്ലം ഈസ് എ ചാലഞ്ചിങ് ടാസ്ക്. ഈച്ച് പ്രോബ്ലം മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്.
എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ഡിമെറിറ്റേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ് പ്രോബ്ലം ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ. അതൊരു ചലഞ്ചിങ് ടാസ്ക്കാണ്. ഇപ്പോൾ ഓരോ സബ് പ്രോബ്ലംസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്രയും കോംപ്ലക്സിറ്റി കുറവോടുകൂടിയും എറേഴ്സൊന്നും ഇല്ലാത്ത രീതിക്കൊക്കെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്, പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ അല്ലേ. ഓരോ സബ് പ്രോബ്ലത്തിന് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്. അത് ശ്രദ്ധിച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഇൻ C++. നമ്മൾ ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇവിടെ കോഫി മേക്കറിൻ്റെ ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ, ഒരു പിക്ചർ. ഈ കോഫി മേക്കറിൽ എന്താ ശരിക്കും നടക്കണേ, നമ്മൾ കോഫി മേക്കറിലേക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കും, വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ, ഇത്രയും ഇട്ട് കൊടുത്ത് നമ്മൾ ആ കോഫി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, കോഫി വരും അല്ലേ. അപ്പോൾ ആ ഒരു കോഫി മേക്കറിൻ്റെ ഉള്ളിൽ ഒരു ടാസ്ക് നടക്കുന്നുണ്ട്, ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എന്തൊക്കെ കൊടുക്കുമ്പോൾ, നമ്മൾ മിൽക്കും അതുപോലെ തന്നെ വാട്ടറും ഷുഗറും കോഫി പൗഡറൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ ഒരു ടാസ്ക് നടന്നിട്ട് നമുക്കൊരു കോഫി ആയിട്ട് നമുക്ക് ആ ഒരു ടാസ്ക് നമുക്ക് എന്ത് തരുന്നുണ്ട്, ഒരു റിസൾട്ട് വരുന്നുണ്ട് അല്ലേ. ആ റിസൾട്ടാണ് എന്ത്, ഈ കോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫങ്ഷന് ഈ ഒരു ബേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് ഈ ഫങ്ഷൻ. നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇപ്പോൾ നമ്മളിവിടെ മിൽക്കും ഷുഗറൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഫങ്ഷൻ അവിടെ വർക്ക് ചെയ്ത് നമുക്ക് കോഫി കിട്ടിയില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഈ മിൽക്കും ഷുഗറും ഇതിനെയൊക്കെ നമ്മളൊരു പാരാമീറ്റർ എന്ന് പറയാം, പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയാം. ഈ പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ പാരാമീറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫങ്ഷൻ ഒരു ടാസ്കിനെ അവിടെ പെർഫോം ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് വരും. ഇത് തന്നെയാണ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ, അതിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. ഇറ്റ് ഈസ് എ നെയിംഡ് യൂണിറ്റ്സ് ഓഫ് statements in a program to perform a specific task as part of the solution അല്ലേ. നമുക്കൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ടാസ്ക് അവിടെ ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എഴുതുന്നു ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞ്, ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എഴുതുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് തരും, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ തരും. അതിനെയാണ് ഈ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻസുകളിൽ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടാവും, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഫങ്ഷൻസ് എഴുതാം. അപ്പോൾ ഓരോ ഫങ്ഷൻസ്, ഇപ്പോൾ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ച പോലെ ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്, പുട്ട്സ്, ഗെറ്റ്സ്, ഇതൊക്കെ എന്താണ്, ഓരോ ഫങ്ഷൻസും ഓരോ ടാസ്ക് അവിടെ ചെയ്യുന്നുണ്ട്. ആ ടാസ്ക് അവിടെ ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഗെറ്റാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്യുന്നു. അപ്പോൾ റിസൾട്ട് എന്താ കിട്ടിയത്, ക്യാരക്ടറിനെ റീഡ് ചെയ്തു. പുട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ചെയ്തു അല്ലേ. പുട്ട് അവിടെ ഒരു ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ആ ഒരു ഡാറ്റാനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ ഓരോ ഫങ്ഷൻസും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനായിട്ട് അസൈൻഡാണ് അല്ലേ. ഓരോ പെർട്ടിക്കുലർ ടാസ്ക് അവിടെ ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി C++ൽ 2 ടൈപ്പ് ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. 2 കാറ്റഗറീസ് ഉണ്ട് ഫങ്ഷൻസിന്. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും 2 യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. ഇങ്ങനെ 2 ടൈപ്പിലുള്ള ഫങ്ഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. essay ക്വസ്റ്റ്യൻ ആണ്, 1 word ആണ്. എല്ലാ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ എന്താണ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ആ ഒരു ഫങ്ഷൻസ് 2 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചു. പ്രീ ഡിഫൈൻഡും ഉണ്ട്, യൂസർ ഡിഫൈൻഡും ഉണ്ട്. ഇനി നമ്മൾ പ്രീ ഡിഫൈൻഡിലേക്ക് പോവാണ്. എന്താണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്? അതായത് ഫങ്ഷൻസൊക്കെ നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഉള്ള ഫങ്ഷൻസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫങ്ഷൻസ് പഠിച്ച പോലെ ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്, ഇതൊക്കെ എന്താ, ഓരോ ഫങ്ഷൻസ് അവിടെ തന്നെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ എടുത്തിരിക്കുകയാണ് അല്ലേ. അങ്ങനെയുള്ള ഫങ്ഷൻസുകളുണ്ട്, ഓൾറെഡി ഉള്ള ഫങ്ഷൻസ് ഉണ്ട്. അതല്ല, ഇപ്പം നമുക്ക് വേറൊരു പുതിയ ഫങ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം.
അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുക. നമ്മളായിട്ട് ഒരു പുതിയ ഫംഗ്ഷൻ ഒരു പുതിയ ടൈപ്പിൽ പുതിയ ആർഗ്യുമെൻറ്റ്സൊക്കെ ആയിട്ട് നമ്മൾ എഴുതുന്നു ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട്. അതിനെയാണ് യൂസർ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത്? ഓൾറെഡി ഉള്ള ഫങ്ഷൻസുകളാണ് പ്രീ ഡിഫൈൻഡ്. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. സം ഫങ്ഷൻസ് ആർ ഓൾറെഡി റിട്ടൺ, ഡീബഗ്ഡ് ആൻഡ് കമ്പൈൽഡ്. Their definitions alone are grouped and stored in files called header files. Such functions called predefined functions. എന്താ പറയുന്നത്? ഒരു കൂട്ടം ഫങ്ഷൻസ് ഓൾറെഡി റിട്ടേൺ ചെയ്ത് ഡീബഗ് ചെയ്ത് കമ്പൈൽ ചെയ്ത് അവരുടെ ഡെഫിനിഷൻസൊക്കെ ഗ്രൂപ്പ് ചെയ്ത് ഒരു ഫയലിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഹെഡർ ഫയൽസിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ആ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒന്നും നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ പേരുകൾ മാത്രം വിളിച്ചാൽ മതി. ഇപ്പം ഗെറ്റ് ലൈനൊക്കെ എന്താ, നമ്മൾ ആ പേരുകൾ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു. അതിനെയാണ് പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓൾറെഡി C++ ഹെഡർ ഫയൽസിലൊക്കെ സ്റ്റോർഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു കൂട്ടം ഫങ്ഷൻസുകളുണ്ട്. അവരൊക്കെ ഓൾറെഡി എന്തിനാണ് എന്ത് പർപ്പസിനാണെന്നൊക്കെ പേരിട്ട് ആർഗ്യുമെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ പേരുകളെ മാത്രം നമ്മളിങ്ങോട്ട് വിളിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. അത്തരത്തിലുള്ള ഫങ്ഷൻസാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്, ഓൾറെഡി ഡിഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഏതൊക്കെ കാറ്റഗറീസിൽ പെടുന്നു, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് ഈ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് 1 സ്ട്രിങ് ഫങ്ഷൻസ്, 2 മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, 3 ക്യാരക്ടർ ഫങ്ഷൻസ്, 4 കൺവേർഷൻ ഫങ്ഷൻസ്, 5 IO മാനിപ്പുലേറ്റിംഗ് ഫങ്ഷൻ. ഇത്രയും പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്.